എന്തുകൊണ്ട് തോറ്റു എന്ന് നമ്മുടെ സന്ദേശം സിനിമയിൽ ചോദിച്ച ചോദ്യം പോലെ അത് അതിനെക്കുറിച്ച് വലിയ തലപോഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് രണ്ട് വിധത്തിലാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, ഒരു ഏകാധിപതിയുടെ ഒരു പെരുമാറ്റം. രണ്ടാമത്തത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരുടെ പെരുമാറ്റം. ഇത് രണ്ടും മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട നമുക്ക് ചിന്തിക്കാൻ. അപ്പോൾ ആ പാർട്ടിയെക്കുറിച്ചുള്ളത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, പാർട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തകർച്ച വന്നത് ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പി കെ ശ്യാമളയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് തീരുമാനിച്ച് തളിപ്പറമ്പിൽ മത്സരിച്ചതോടുകൂടിയാണ് ഏതാണ്ടത് പൂർത്തിയായത്. രാഷ്ട്രീയത്തിൻ്റെ ഇടപാട്. അതോടുകൂടി ആ അണികൾ പോലും അതിൽ മാറി വോട്ട് ചെയ്തില്ലേ. തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ ഒരു സീനിയർ നേതാവായ ശ്രീ ടി കെ ഗോവിന്ദൻ അത് വളരെ കൂളായിട്ട് ജയിച്ചു കയറിയില്ലേ. എന്ത് ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ, പക്ഷേ പറ്റിയില്ലല്ലോ. അതാണ് ഒന്നാമത്തെ അത് ഒരു പ്രശ്നം. അതിന് മുമ്പ് നമുക്ക് തുടങ്ങിയാൽ, ഒന്ന്, ശ്രീ ജി സുധാകരൻ ഈ പാർട്ടി വിട്ടു പോകാനുള്ള ഇടയുണ്ടാക്കിയത് അദ്ദേഹത്തിനെ അതുപോലെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ പിൻബലത്തിലാണല്ലോ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ച വരാനുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ PWD വകുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രവർത്തനമല്ലേ, വലിയ കാര്യമല്ലേ ചെയ്തതാണ്. അദ്ദേഹത്തിന് കറിവേപ്പില പോലെ പിന്നെ എടുത്ത് ദൂരെ കളഞ്ഞു. അഹങ്കാരമാണ് ആ കാണിച്ചത്. അത് ശ്രീ ജി സുധാകരൻ മത്സരിക്കാൻ തീരുമാനമെടുത്തതോടുകൂടി UDF അദ്ദേഹത്തിന് പിന്തുണയും കൊടുത്തതോടുകൂടി അവിടെ നല്ല വലിയൊരു ഓളം കേരളം മുഴുവൻ അത് പ്രതിഫലിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇതൊന്നുമല്ല, അതിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ. ശ്രീ കുഞ്ഞികൃഷ്ണൻ യഥാർത്ഥ സഖാവായിരുന്ന ശ്രീ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ആ ധനഞ്ജയൻ്റെ രക്തസാക്ഷി ഫണ്ട് സമാഹരണത്തിൽ അതിൽ കാണിച്ച അഴിമതി, അതുപോലെ തന്നെ കൊടിയ അഴിമതികളെല്ലാം വെളിയിൽ കൊണ്ടുവന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു വലിയ ആചാര്യനായിട്ടുള്ള ഒരാൾ ഇരുന്നങ്ങോട്ട് പറഞ്ഞു. രണ്ടാചാര്യന്മാരാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ, ഒരേ പരുവത്തിലുള്ള രണ്ടാചാര്യന്മാരുണ്ട്. ഞാൻ മറ്റേ പേര് ഞാൻ പറയുന്നില്ല, തോറ്റു വീട്ടിയിരിക്കുന്ന കാരണം ഞാനൊന്നും മിണ്ടുന്നില്ല. ഇവിടെ അന്ന് പറഞ്ഞ എന്താണെന്നറിയ, രാകേഷ് ഒരു നിർവചനം കൊടുത്തു, ബഹുജനം പൊതുജനം. ബഹുജനങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, പൊതുജനങ്ങൾ കണക്കറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിരിക്കും, ഞങ്ങൾ എടുക്കും, ഞങ്ങൾ തിന്നും, ഞങ്ങൾ ചിലവാക്കും, ഒരുത്തിനും ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ധാർഷ്ട്യം ഉണ്ടല്ലോ, ഇത് ജനങ്ങൾ വെച്ചു പൊറപ്പിക്കത്തില്ല. ഈ ധാർഷ്ട്യമാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ വന്നത്, ഒപ്പിച്ചു വെച്ചത്. ശ്രീമതി പി കെ ശ്യാമളയുടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടുകൂടി അവിടെ ഇടപാട് തീർന്നു. പിന്നെ നമ്മൾ ഓരോ ബാക്കി കാര്യങ്ങൾ ആലോചിച്ചാൽ ഇത് രാഷ്ട്രീയത്തിൻ്റെ അവരുടെ പാർട്ടി തലത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നതായിരുന്നു പാർട്ടി, അല്ലാതെ പാർട്ടിയിലെ ഒരു അംഗമായിട്ടല്ല, അല്ലെ പാർട്ടി മെമ്പറായിട്ടല്ല ശ്രീ പിണറായി വിജയൻ പെരുമാറിയത്. അദ്ദേഹമാണ് പാർട്ടി തീരുമാനിച്ചു. ആ ഏകാധിപതിയെ ഒരിക്കലും ആളുകൾ സഹിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏത് കാര്യവും ഒരു തീരുമാനം അങ്ങനെ എടുക്കും, മിണ്ടത്തുമില്ല. ഇന്ന് തന്നെ ഇപ്പോഴും നമ്മൾ നോക്കിക്കൊള്ളണം, ഇത്രയും വലിയ തോൽവി പിണഞ്ഞതിന് ശേഷം ഇതുവരെ അദ്ദേഹം വാ തുറന്നിട്ടില്ല ഒന്ന് സംസാരിക്കാൻ. ഇത് അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അദ്ദേഹം പറയുന്നതിലും നല്ലത് നമ്മൾ പറയുന്നതായിരിക്കും നല്ലത്. ഇനി ഓരോന്നോരോന്ന് നമുക്ക് ബാക്കിയായിട്ട് ഭരണതലത്തിലുണ്ടായ വീഴ്ച നമുക്ക് ഓരോന്നോരോന്നും കൊണ്ട് നോക്കാം. ഒരുപാട് വീഴ്ചകളുണ്ടായിട്ടുണ്ട്, ഒരുപാട്. അത് ഞാൻ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ CPOമാർ, അതായത് ഈ സർവീസിൽ പോലീസ് കോൺസ്റ്റബിളായിട്ട് കയറാനായിട്ട് പരീക്ഷ എഴുതിയ കുറേ ചെറുപ്പക്കാരുണ്ട് കേട്ടോ. അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് അവർക്ക് ട്രെയിനിങ് വരെ കഴിഞ്ഞവരുണ്ടല്ലോ, അവർക്കൊന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കാതെ അവരിട്ട് കഷ്ടപ്പെടുത്തി അവർ സെക്രട്ടറിയേറ്റിൻ്റെ വാതൊക്കെ ഒരുപാട് നാൾ സമരം ചെയ്തു. ഇവിടെ എൻ്റെ അടുത്തൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഞാൻ അവരെ ലീഗലായിട്ട് ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല, ആ പാവങ്ങൾക്ക് കിട്ടിയില്ല. അവർക്കൊക്കെ ഏജ് ഓവറാവാൻ പോവുകയാണ്, അങ്ങനെയുള്ളവരാണ്, അത് കിട്ടിയില്ല. ഒന്ന്, അവർ പ്രായാലുണ്ടല്ലോ, തലയിൽ കൈവച്ച് അവർ പ്രായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, 264 ദിവസമാണ് തല മുട്ടയടിച്ചിട്ട് അവിടെ തെരുവിൽ കിടന്ന
ഒരു സഹോദരി തലമുട്ടയടിച്ച് ആശമാർ. അവരോട് കാണിച്ച അഹങ്കാരം എന്താണ്? ധാർഷ്ട്യം. എന്തൊരു അഹങ്കാരമാണ്! അവരുടെ കാര്യം അവർക്ക് ഒന്നും കൊടുക്കത്തില്ല അവർക്ക്. ബാക്കി വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ അറിയാമല്ലോ, അത് പറഞ്ഞ് ഞങ്ങൾ ഇന്നതുപോലെ കൊടുക്കും, മറ്റേത് കൊടുക്കും. എന്നാൽ ഈ ജോലി ചെയ്യുന്ന ഈ ആശമാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കുകയില്ല. അവർക്ക് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവരുടെ ക്ലെയിം? വളരെ ചെറിയ ക്ലെയിമാണ്. ഈ 250 കോടി രൂപ ഒന്നുമില്ലാതിരിക്കുന്ന വറ്റിവരണ്ടിരിക്കുന്ന ട്രഷറിയിൽ നിന്ന് എടുത്ത് ചിലവാക്കി ഈ ഹോർഡിങ്ങുകൾ റോഡ് മുഴുവൻ വെക്കാൻ പറ്റിയല്ലോ, മുഖ്യമന്ത്രിയുടെ മുഖം. ആ മുഖം വെച്ച് ആ മുഖത്ത് നോക്കുന്ന ആരും അദ്ദേഹത്തിനോട് അനുഭവം പുലർത്തത്തില്ല. പിന്നെ ആ പാർട്ടി തന്നെ പോയി അതോടുകൂടി. കാരണം വേറെ ആരുടെ മുഖമില്ല, ഈ ഒറ്റയാളേ ഉള്ളൂ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് മറ്റേ ശ്രീനിവാസരാ സിനിമയിൽ പറഞ്ഞതുപോലെ ആണ്. ഉദയനാണ് താരം, അത് തന്നെ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മതി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ തല അദ്ദേഹത്തിൻ്റെ ഫുൾ ഫിഗർ മതി, കണ്ടു. അതാണ് അടുത്തത്. അപ്പോൾ ഈ ആശമാരുടെ അവരുടെ ഉണ്ടല്ലോ, അത് കേരളമാകെ പ്രതിധ്വനിച്ചിട്ടുണ്ട് അവരുടെ കരച്ചിൽ. അത് മനസ്സിലാക്കണം. അവർ കരഞ്ഞ് ആണ് അവിടുന്ന് പോയത്. അവസാനം 264 ദിവസം തെരുവിൽ കിടന്നവരാണ്, മഴയും വെയിലും എല്ലാം കൊണ്ട്. അവർക്കൊരു ടാർപ്പ വലിച്ചു കെട്ടാൻ പോലുമുള്ള ഇത് കൊടുത്തില്ല കേട്ടോ. അതും പൊളിച്ചു കളഞ്ഞു. വായിര നിര്യാതന ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തിനീ പാവങ്ങളോട് ഇത് കാണിച്ചു? മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള ആ ധാർഷ്യമല്ലേ, അതാണ് ചെയ്തത്. പിന്നെ അതിന് പറ്റിയ ഒരു മന്ത്രിയും, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു മന്ത്രിയും വന്നു കൂടെ എന്ത് കാര്യത്തിനും. പിന്നെന്താണ് അടുത്തത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു. അതായത് ഈ മന്ത്രിമാരും എല്ലാം കൂടെ കയറി ഒരു ബസ്സോ ഒരു ലക്ഷറി കോച്ച് ബസ് വാങ്ങിച്ചു, ബോഡി ചെയ്ത് റെഡിയാക്കി എടുത്തു. ബെൻസിൻ്റെ ബസ്സാണ്. അതിന് ചവിട്ടി കയറാൻ മെനക്കെടില്ലയോ ബസ് കയറാനേ. അപ്പം അതിന് ലിഫ്റ്റ് വെച്ചു, അതിനകത്ത് കക്കൂസും ഒക്കെ വെച്ചു. എന്നിട്ട് ഈ 140 മണ്ഡലങ്ങളിലും അങ്ങ് പോവുകയാണ്. എന്ത് ചെയ്യാനാ പോയി അവിടുത്തെ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളുമായിട്ട് ചാപ്പാട് കഴിക്കാം. പാവങ്ങളെ വേണ്ട ഈ പാർട്ടിക്കാർ പോലും പാവങ്ങളെ മറന്നു. മന്ത്രിമാർക്ക് പാവങ്ങളോട് വേണ്ട, അവരെ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളുമായിട്ട് മാത്രം കൂടിക്കാഴ്ച, ചാപ്പാട് കഴിക്കാൻ. എത്ര രൂപ അതിന് പൊടിച്ചതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ 150 മണ്ഡലങ്ങളിൽ പോയി എത്ര രൂപ, എത്ര സ്കൂളുകളുടെ മതിലിടിച്ചു ഈ ബസ് കയറ്റാൻ. കാരണം ബസ് അങ്ങനെ ഇവർക്ക് ഒരു 10 അടി നടക്കാനും പറ്റത്തില്ല, അങ്ങനെയുള്ളവരാണ്. അങ്ങനെ അത്രയും ആരോഗ്യമില്ലാത്തവരൊന്നും ഈ മന്ത്രിയൊന്നും ആവാൻ പോകരുത്. അതങ്ങനെ കൊണ്ട് നടന്നു. എന്നിട്ട് ഈ പോകുന്ന വഴിക്കൊക്കെ യഥാർത്ഥ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി പ്രകടനം നടത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ ബസ് പോകുമ്പോൾ അവരൊക്കെ സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? DYFI സമരം ചെയ്തിട്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് കാണാമല്ലോ സമരത്തിനുള്ള ഘോഷയാത്ര. ഞങ്ങൾ ഇനി സമരമുഖത്തായിരിക്കും എന്ന് ദിവസം പറയുന്നത് കേട്ടോ. ഞങ്ങളിനി സമരമുഖത്തായിരിക്കും. കാരണം ഇതുവരെ നമ്മളെയൊക്കെ പറ്റിയതൊന്നും പോരാ. ഇനി സമരമുഖത്തിരുന്നുകൊണ്ട് ബാക്കി മലയാളികളെ, ഇനി ഇവിടെ ഇരിക്കുന്ന കേരളത്തിലെ ആളുകളെ ശല്യം ചെയ്യണം, അതാ വേണ്ടത്. ഇനി ഞങ്ങൾ സമരമുഖത്തായിരിക്കും, അതാണ് കാര്യം. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഈ ചെറുപ്പക്കാരെ എല്ലാം എടുത്തിട്ട് അടിക്കുകയല്ലേ. അടിക്കുന്ന ആരാ? തെരുവ് ഗുണ്ടകളായിട്ട് അതപ്പതിച്ചേക്കുന്ന SFIക്കാരും DYFIക്കാരുമാണ് ഈ പാവങ്ങളെ എടുത്തിട്ട് അടിക്കുന്നത്. ഇവരെ അടിക്കാനും പിടിക്കാനും ഒന്നും പോയതല്ല. ഇവർ അങ്ങേയറ്റം ഒരു കരിങ്കൊടി കാണിക്കും. കറുപ്പ് വസ്ത്രത്തോട്, കറുപ്പ് തുണിയോട് എന്നാ മുതലാണ് ഇത്രയും വലിയ ഒരു ചതുർത്തി തുടങ്ങിയത്? ഇവരാരും കരിങ്കൊടി കാണിച്ചിട്ടില്ലേ? ഉമ്മൻചാണ്ടി എറിഞ്ഞ് തല പൊട്ടിച്ച് ഓർമ്മയില്ലേ? അദ്ദേഹത്തിന് നെഞ്ചത്തെ കല്ലെടുത്തെറിഞ്ഞത് അതാണ്. അതായത് ഇത്രയും വലിയ നെഞ്ചാണോ, എന്തോ സ്റ്റീലാണോ എന്നൊക്കെ അന്ന് ചോദിച്ച് ആക്ഷേപിച്ചല്ലോ. ഇനി അതും പോട്ടെ. എന്നിട്ട് ഈ ചെറുപ്പക്കാരെ എടുത്തിട്ട് അടിക്കുക ആരൊക്കെയാണ് അടിക്കുന്നത്? തെരുവുണ്ടോളൂ. അത് കൂടാതെ ബാക്കി പോലീസുകാർ, ഈ പോലീസുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. പക്ഷേ ഇനി പോലീസുകാരൊക്കെ അങ്ങ് മാറും. പിന്നെ കൂടെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാരുണ്ടല്ലോ നമ്മൾ പറയുന്നത്, അവന്മാർ വടിയും കൊണ്ടോടി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് കൂടിയിരിക്കേണ്ടവരാണ് ബസ്സിൽ. അല്ലെ മറ്റേ അവൻ്റെ കൂടെ ഉള്ള ജീപ്പിനകത്തിരിക്കേണ്ടവരാണ്.
അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുക. അതിന് പകരം അദ്ദേഹത്തിനെ കളഞ്ഞിട്ട് ഇവിടെ ഓടിച്ചിട്ട് ഈ തെരുവിലിട്ട് അടിക്കുക. പണ്ട് ഞാൻ കണ്ടേക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ മുതിര എന്ന് പറയുന്ന സാധനമുണ്ട്. മുതിര കൃഷി ചെയ്യും. മുതിര കൃഷി ചെയ്യുമ്പോൾ മുതിര കൃഷി ചെയ്തിട്ട് മുതിര വിളയുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അത് പഴുത്ത് റെഡിയായി കഴിയുമ്പോൾ മുതിര ഒന്നായിട്ട് ആ ചെടി മുഴുവനായിട്ട് പിഴുതിട്ട് അതിൻ്റെ മണ്ണും കുടച്ച് കളഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് പനമ്പിനകത്തിട്ട് നേരെ ഇട്ടങ്ങ് ഉണക്കും. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വലിയ മുളവടിയുണ്ട്. അത് വെച്ചൊരു മുള വടി വെട്ടിയിട്ട് ഒരു 4-5 പേര് നിന്ന് അങ്ങ് അടിക്കും ഈ മുതിര ഇതിനകത്തിട്ട്. അങ്ങനെ ആ മുതിരയെല്ലാം പൊട്ടി അതിനകത്ത് മുതിര അവസാനം ഇത് വാരി എടുക്കുമ്പോൾ ഒരു രസമാക്കാണേ, മുതിര മാത്രമായിട്ട് അതിൽ കിടക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ മുതിര തല്ലുന്നത് കണ്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതിന് ശേഷം അതേ രീതിയിൽ തല്ലുന്നത് ഞാൻ കണ്ടത് ഈ തോമസിനെയും കൂട്ടാളികളെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആളുകളെയും കൂടെ എടുത്തിട്ട് അടിക്കുന്നതാണ്. ആ തോമസ് ഉണ്ടല്ലോ, മത്സരിച്ച് ആലപ്പുഴയിൽ നിന്ന് വളരെ ഫ്ലൈയിങ് കളേഴ്സും മത്സരിച്ച് ജയിച്ചു വന്നു. ആ ചെറുപ്പക്കാരെ അടി ഒരുപാട് കൊണ്ടതാണ്. വാട്ടി വെച്ചങ്ങ് അടിക്കല്ലേ വന്നിട്ട്. യുവന്മാർക്ക് എന്തോത്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഇങ്ങനെ അന്ന് ചെയ്യുന്നത്. ആ രീതിയിൽ പോയി. എന്നിട്ട് എന്തുവാ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ, എൻ്റെ കൂടെയുള്ള സുരക്ഷയ്ക്ക് വന്നേ ആരും പോയിട്ടില്ല. ഇവിടെ TV മുഴുവൻ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്രയും നുണ പറയുന്ന, പച്ച നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അത് പറയാ, അവരെടുത്ത് ചാടുകയാണ്. അങ്ങനെ അവരെ പിടിച്ചു മാറ്റി, അതവരെ ആളുകൾ പിടിച്ചു മാറ്റി. അത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ടെർമിനോളജി കൊണ്ടുവന്നാണ് ഒരു ഡെഫിനിഷൻ. എന്താണ് രക്ഷാപ്രവർത്തനം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അതിന് ജനങ്ങളും കാണിച്ചു കൊടുത്തു. പിന്നെ പത്രക്കാരോട് സംസാരിക്കുന്നതോ എന്ത് മര്യാദകളാണ്. കടക്കുപുറത്ത് എന്ത് തറവാട്ട് വല്ല വകയല്ലോ ആണോ? സ്വന്തം വകയാന്നേ അയാളെ വീട്ടിൽ കയറിയിരുന്നെങ്കിൽ പറയാം, കടക്കുപുറത്തെന്ന് പറയാം. ഇത് അങ്ങനല്ലല്ലോ. ഇത് ഒരു പബ്ലിക് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് അവർ കയറാം, കടക്കുപുറത്ത്. ഇതാണ് അവസാനം. അതൊക്കെ അങ്ങ് മാറി ചിരിക്കാൻ അറിയാമല്ലോ. ഇലക്ഷൻ്റെ സമയം വന്നപ്പം ചിരിച്ച് പല്ലുമൊക്കെ കാണിച്ച് എല്ലാവരുടെ കണ്ട് ഇളിച്ച് കാണിച്ച് എല്ലാവരുടെ വോട്ടും അതിൻ്റെ കാര്യം വളക്കും അങ്ങ് പറഞ്ഞു. മാത്രമല്ല പിന്നെ അത് അവരെ 1-2 കാര്യങ്ങൾ ചോദിക്കുന്നവരടുത്ത് മാത്രം ഉത്തരം പറയും. ബാക്കിയുള്ളതൊന്നും കേൾക്കത്തില്ല. ചെവിയൊക്കെ വയ്യാതായി, അതാ കാര്യം, ഒന്നും കേൾക്കത്തില്ല. ഇനി ഇതുപോലെ അങ്ങോട്ട് രണ്ടാമത്തെ ടേം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്ത് എന്തുവാ, വെള്ളത്തിൻ്റെ കരം അതങ്ങ് കൂട്ടി നല്ല രീതിയിൽ. അതുപോലെ ഇലക്ട്രിസിറ്റി വൈദ്യുത ചാർജ് അതങ്ങ് വർദ്ധിപ്പിച്ചു. ഇതുപോലെയൊക്കെ ജനദ്രോഹകരമായ പ്രവർത്തികൾ അങ്ങോട്ട് പോയി. എന്നിട്ട് പറയുന്നത് എന്താ, ഇവിടെ കാശില്ലെന്ന്. പണം എങ്ങനെയാ വെക്കുന്നേ? പണം എടുത്ത് തോന്നിയ ദിവസം പോലെ ചിലവാക്കും. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ചിലവാക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്ന് അവസാനം ഈ 250 കോടി രൂപയോളം എടുത്ത് അങ്ങ് കളഞ്ഞത് മുഴുവൻ ഈ പടം വെക്കാൻ. ഇനി ആ പടമൊക്കെ കൂടെ എവിടെ കൊണ്ടുപോയി വെക്കും? പിന്നെ അടുത്ത കാര്യം, വീട്ടിൽ പോയി ചോദിക്കാൻ. ഒരു പാർട്ടി പ്രവർത്തകനാണ് അയാൾ, ഒരു ചോദ്യം അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, തീർന്നു അവിടെ. അതായിരുന്നു അവസാനത്തെ പ്രയോഗം. അതിനു മുമ്പ് ഇദ്ദേഹം കുറേ വാക്കുകൾ ഉപയോഗിക്കും. നമ്മുടെ സാംസ്കാരിക കേരളത്തിനെ പറ്റിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഉപയോഗിക്കുന്ന വാക്കുകൾ നാറി, പരനാറി, ചെറ്റ, പരമചെറ്റ, ഇതൊക്കെയാണ് തുടങ്ങിയ വാക്കുകളാണ് എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മുഴുവൻ ആളുകളെ വിശേഷിപ്പിക്കുന്നതാണ്. അത് കൂടാതെ ഈ പറഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു, അതും പറ്റി. പിന്നെന്തോന്നറിയാം, നമ്മുടെ ആരോഗ്യ രംഗത്ത് യഥാർത്ഥത്തിൽ ശ്രീമതി ശൈലജ വളരെ നല്ല രീതിയിൽ ഫ്ലൈയിങ് കളേഴ്സിൽ പ്രവർത്തിച്ച ഒരു വനിതയായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. അവരുടെ ബലത്തിലും കൂടാണ് ഈ രണ്ടാമത് തുടർഭരണം ഉണ്ടായത്, അന്ന് ഈ കോവിഡിൻ്റെ ആ പ്രവർത്തനങ്ങളിലൊക്കെ. പക്ഷേ അവരെ തറ പറ്റിക്കാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എങ്കിലും, മുഖ്യമന്ത്രി കഴിയും ഭൂരിപക്ഷം അവർക്കായിരുന്നല്ലോ, ജയിച്ചു എങ്കിലും അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ തയ്യാറായില്ല. എടുത്ത് എല്ലാം ദൂരെ കളഞ്ഞിട്ട് ഒരു പരിചയസമ്പത്തും ഇല്ലാത്ത കുറേ ആളുകളെ പിടിച്ച് മന്ത്രിമാരാക്കി. അതാണ് അടുത്ത പരാജയം വന്നത്. അപ്പം എന്നിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഭരണവും നമ്മളെല്ലാം കണ്ടല്ലോ. വയറിനകത്തൊക്കെ കത്രി എടുത്ത് ഇട്ടിട്ട് അതിൽ കുത്തിക്കെട്ടി വിടുക. എന്നിട്ട് പറയുന്നത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ ന്യായങ്ങൾ. അതുപോലെ ഒരു ഡോക്ടർ നമ്മൾ കേട്ടല്ലോ, ആ ഡോക്ടർ
തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ. അവിടെ ഒന്നുമില്ലാത്തതിൻ്റെ കാര്യം, സർജറിക്ക് വേറെ മാർഗമില്ല, ഒന്നുമില്ല എന്നുള്ളത് വിളിച്ചു പറഞ്ഞതിന് അയാളെ അങ്ങ് ഉപദ്രവിക്കാനായിട്ട് കുറേ ആൾ നടന്നു. ഇതാണ്. പിന്നെ ഇതൊന്നുമല്ല, നവീൻ ബാബുവിൻ്റെ മരണമുണ്ടല്ലോ, ഞാനത് മരണമെന്നേ പറയുന്നുള്ളൂ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അതിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണ് ആ കുടുംബത്തിനോട് ഉണ്ടാക്കിയത്. ആ അന്വേഷണം സ്വതന്ത്രമായിട്ട് അത് CBIക്ക് അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടോ? ഇല്ല. അത് അവിടെ ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ചെയ്ത പണിയാണ് അത്. അവർ നവീൻ ബാബുവിൻ്റെ അത് ഒരുപാട് വലിയ തിരിച്ചടി ഉണ്ടായി. സമൂഹത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായ കാര്യമാണ്, വലിയ തിരിച്ചടികൾ നേരിട്ടതുമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അങ്ങനെ അങ്ങോട്ട് അടിച്ചു കയറി വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ ആരോഗ്യരംഗത്തിൻ്റെ, അതായത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം അവിടെ ഇടിഞ്ഞു വീണ്, കോട്ടയത്ത് ഇടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ മരിക്കാനിടയായത്. ഇതുപോലെ തുടങ്ങി നാട്ടിൽ അരാജകത്വമല്ലായിരുന്നു. അദ്ദേഹത്തിന് ഇതിനൊന്നും സമയമില്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം കാര്യം, അതിന് കുറ്റമല്ല, സ്വന്തമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അദ്ദേഹത്തിന് എതിരെ കേസുണ്ട്, മകൾക്കെതിരെ കേസുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രീതിയിലും വന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ആലോചിക്കും, നമ്മൾ എന്തിനു സഹിക്കണം? 10 വർഷം ഞങ്ങൾ സഹിച്ചു, മതിയല്ലോ. ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയതൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു ഏകാധിപതിയെ അദ്ദേഹം സമ്മാനിച്ചു 10 വർഷമായിട്ട്. അതാ സംഭവിച്ചേക്കുന്നത്. അദ്ദേഹത്തിലേക്ക് അധികാരം മുഴുവൻ അദ്ദേഹത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് നിർത്തി. അദ്ദേഹം മാത്രമായിട്ട് മാറി. അദ്ദേഹം കേരളത്തിൻ്റെ മുഖമായിട്ട് അങ്ങ് മാറാൻ ശ്രമിച്ചു. അദ്ദേഹം പടം വരച്ച് വെക്കുന്നതെല്ലാം വിചാരിച്ചത് എന്താണെന്നറിയോ? എല്ലാവരും ഈ പടം കണ്ടുകൊണ്ട് മുഴുവൻ വോട്ട് കൊടുക്കുന്നതായിരുന്നു. പണ്ട് പടം കണ്ടുകൊണ്ട് വോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പടം വരച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും വോട്ട് പിടിച്ചിട്ടുള്ളത് മുമ്പ്. അതൊക്കെ അങ്ങ് മറന്നുപോയൊരു കാലമാണ്. അതൊന്നും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. നന്ദികേട്. അപ്പോൾ ഈ നന്ദികേട് ഒരുപാട് പേരെടുത്ത് കാണിച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ഇത് എന്തായാലും ശരി, ഇതുകൊണ്ടെങ്കിലും പഠിക്കണം. എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തികേട് കാണിച്ചു, അതുകൊണ്ട് നമ്മൾ തോറ്റു. ഇനിയെങ്കിലും മര്യാദയ്ക്ക് പെരുമാറാനിടയായാൽ നല്ലത്. ഇപ്പോൾ ഇന്നാളെ എൻ്റെ അടുത്ത് ഒരു 1-2 പേര് പറഞ്ഞേ, ഓ സാറേ, ഒരു തവണയും കൂടെ വന്നു കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഭീതി ഉണ്ടായിരുന്നു കേരളത്തിൽ ആളുകൾക്ക്. കാരണം ബംഗാളിലെയൊക്കെ കാര്യം ചരിത്രം അറിയാം. ഇവർ ബംഗാൾ കണ്ടാണ് ഇവർ പഠിച്ചത്. ബംഗാളിൽ 40 വർഷത്തോളം ബംഗാൾ ഭരിച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ അവർ അതായത് എന്തെങ്കിലും ഒരെണ്ണത്തിന് കേട്ടോ, ഒരു ചെറിയ ഒരു മദിനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് നാക്കെ തൊടാനെങ്കിലും ഒരെണ്ണത്തിന് കിട്ടുമോ? ഇല്ലാതായല്ലോ. എവിടെ അഹങ്കാരം കാണിച്ചാലും ആളുകൾ അത് ചോദിക്കും. ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫാൾ. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കടുത്തതായിരിക്കും. ഇദ്ദേഹത്തിനുണ്ടായ ആഘാതം എന്ന് പറയുന്നത് കടുത്ത ആഘാതം തന്നെയാണ്, സംശയമില്ല. ഞാൻ പ്രതീക്ഷിച്ച വീഴ്ച തന്നെയാണ് ഇത്. ഏതായാലും ശരി, കൊള്ളാം. ഇനിയെങ്കിലും ബാക്കി ഇനി അടുത്ത ഭരണം എങ്ങനെ വരുമെന്നും നമുക്കറിയില്ല. ഏതായാലും ശരി, ഇപ്പോൾ ഉള്ള കാര്യം ഒരു കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? എനിക്ക് കേരളത്തെ ജനങ്ങളെ ഞാൻ കളിയാക്കി പറഞ്ഞിരുന്നു. 100 രൂപയുടെ കിറ്റ് വാങ്ങി നക്കിക്കൊണ്ട് പോയി കുത്തി കൊടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശരിയായിരുന്നു. പക്ഷെ അതിനൊക്കെ പ്രയോജനം ഉണ്ടായി, ആ പറച്ചിലിനൊക്കെ. ഇപ്പോൾ ഉണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പുകയാണ്. കാരണം ഇത്രയും ജനാധിപത്യ ബോധമുള്ള മനുഷ്യരെ വേറെ കാണാൻ കിട്ടത്തില്ല. ശരിയായ രീതിയിൽ അവർ പ്രതികരിച്ചു. ആ പ്രതികരണം ഉണ്ടല്ലോ വളരെ കടുത്തതായിരുന്നു. ഇതിനിടയിലും ചില ഫ്ലൂക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്താം. ചിറ്റൂർ മണ്ഡലത്തിലെ ഒരവരൻ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. അതായത് മത്സരിച്ചത് ഈ മുരുകദാസാണ്. ചിറ്റൂർ മണ്ഡലത്തിൽ മുരുകദാസിന് അവിടെ പോളിയത് വോട്ടെന്ന് പറയുന്നത് അത് മൊത്തം നമ്മളൊന്ന് അതിൻ്റെ ഒരു കണക്കൊന്ന് നോക്കണം. അത് ഒരു തമാശയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ നമുക്ക് ഈ വിജയിച്ച് കയറുന്ന തോറ്റു പോകുന്നത് ഞാൻ കാണുന്നത്. മുൻപ് നമ്മുടെ ശ്രീ VM സുധീരനെ ഇതുപോലെ സുധീരൻ എന്ന പേരുള്ള ഒരവരനെ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇവിടെ ചിറ്റൂർ മണ്ഡലത്തിൽ സുമേഷ് അച്യുതൻ കോൺഗ്രസ്, അദ്ദേഹത്തിന് കിട്ടിയ വോട്ട്, അദ്ദേഹം ജയിച്ചു. 65,325 വോട്ടാണ്.
ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, അതായത് നമ്മുടെ ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് മത്സരിച്ച വി മുരുകദാസ്. ഈ മുരുകദാസിന് കിട്ടിയത് 58,815 വോട്ട്. എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു പി മുരുകദാസ് പഴനിയപ്പ മുതലിയാർ സ്വതന്ത്രൻ 6,984. ഭൂരിപക്ഷം എത്ര എന്നറിയോ കിട്ടിയത്? അവിടെ സുമേഷിന് കിട്ടിയ ഭൂരിപക്ഷം 6,510 വോട്ടാണ്. പക്ഷേ ഈ അപരനുണ്ടല്ലോ, ആരും അറിയാത്ത മുരുകദാസ്, അയാൾ ഒരു ചിഹ്നം എടുത്തു, മാല. മറ്റേ ആൾ ചിഹ്നം എടുത്തത് ഏതാണെന്നറിയോ? ഈ തോറ്റുപോയ മുരുകദാസ് എടുത്തത് സ്വർണ്ണമോതിരം. ഇത് രണ്ടും വരച്ചു വെച്ചപ്പോൾ ഒരുപോലെ ഇരിക്കുക. ഇത് കാണിച്ചു, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഈ ബാലറ്റിൽ ഈ രീതിയിലൊക്കെ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദ്രോഹമല്ലേ? ഇങ്ങനൊരു സീറ്റ് യഥാർത്ഥത്തിൽ ഒരെണ്ണം നഷ്ടപ്പെടാനുള്ള ഇടയുണ്ടായത് അപരനാണ്. ഈ അപരൻ്റെ മാത്രമേ ഉള്ളൂ ഇത്രയും ഞാൻ കണ്ട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ശരി, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് ഞാൻ കണ്ടുപിടിച്ച കാരണമാണ് ഈ തോൽവിയുടെ ഒരു കാരണമാണ്. ഒരപരനേ ഉള്ളൂ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വേറൊരാളൊരു കാര്യം കണ്ടുപിടിച്ചു, സജി ചെറിയ, വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. കോൺഗ്രസും ബി ജെ പി ഇവിടെ പണം ഒഴുക്കി. ബി ജെ പി ഒഴുക്കോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ കോൺഗ്രസ് എവിടുന്നിട്ട് ഒഴുക്കാനാ? അവർക്ക് ഭരണമില്ല, 10 വർഷമായിട്ട് വെളിയിലിരിക്കുക, 5 പൈസ എടുക്കാൻ കഴിയില്ല. അവർ പണം ഒഴുക്കിയെന്നാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പണം വാരി അങ്ങ് എവിടെ മയിൽക്കുറ്റിക്ക് പോലും കൊടുത്തെന്നാണ് പറയുന്ന കോൺഗ്രസ്സുകാർ. ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല തൊലിക്കെട്ടി വേണം, എന്നാലേ അത് പറയാൻ പറ്റും.